ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി അദ്ദേഹത്തിന്റെ ട്വിറ്റർ പൂട്ടി. അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണം. വിക്രം മിശ്രിയും സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഒരുമിച്ച് നടന്ന പ്രസ് മീറ്റുകൾ ഇന്ത്യക്കാർ മുഴുവൻ ആവേശത്തോടെ കണ്ടതാണ്. അപ്പോൾ വിക്രം മിശ്രിയുടെ ട്വിറ്റർ പൂട്ടി എന്നോട് പ്രതികരണം ചോദിച്ച് ഒരു ദേശീയ മാധ്യമം വിളിച്ചു. എന്നിട്ട് ഞാൻ വെളിയിലൊരു സ്ഥലത്ത് നിൽക്കാറുണ്ട്, ഇപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ ഒരു പ്രതികരണം തരണം, സൈബർ ആക്രമണം, വിക്രം മിശ്രിയുടെ ട്വിറ്റർ പൂട്ടി, അദ്ദേഹത്തിന്റെ മകളുടെ നമ്പർ അടക്കം എടുത്തു കൊടുക്കുന്നുണ്ട്, അവരുടെ കുടുംബത്തെ അബ്യൂസ് ചെയ്യുന്നു, അവരുടെ ഫോട്ടോസ് എടുത്തിടുന്നു, അബ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ. ഞാൻ ചാടിക്കറി എളുപ്പം കണക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ട് തന്നെ കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ചാനലിൽ ആഞ്ഞടിക്കുകയാണ്, ഇത് ഒരു കാരണവശാലും ശരിയല്ല, ഇതിനെതിരെ നമ്മൾ യുദ്ധ പുറപ്പാട് തന്നെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് മിലിറ്ററി ആക്ഷൻ പോലും ചിന്തിക്കണം എന്നൊക്കെ പറയാൻ നിൽക്കുമ്പോഴാണ് ഞാൻ നോക്കുകയാണ്, ആരാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നത്? പാകിസ്ഥാനികളല്ല, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളല്ല, ഇന്ത്യയുടെ പുറത്ത് നിൽക്കുന്ന ആരുമല്ല, തീവ്ര ഹിന്ദുത്വവാദികളാണ് വിക്രം മിശ്രിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത്. വിക്രം മിശ്രി നല്ലൊരു ഹിന്ദുവാണ്, കാശ്മീരി പണ്ഡിറ്റാണ്, കാശ്മീരി ബ്രാഹ്മണനാണ്. എന്താ വിക്രം മിശ്രിയോടുള്ള ദേഷ്യം എന്നറിയാമോ? വിക്രം മിശ്രി പാകിസ്ഥാനുമുള്ള സീസ് ഫയറിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ വിളിക്കുന്ന പേരുകളാണ് ട്രൈറ്റർ, രാജ്യദ്രോഹി, ഗദ്ദാർ, ദേശദ്രോഹി. നീ നിന്റെ അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ട് നീ പാകിസ്ഥാന് വേറെയും കുറെ ചീത്തകൾ പറഞ്ഞിട്ട് അവർക്ക് നിന്റെ തല കൊണ്ട് കൊടുത്തു, അബ്സല്യൂട്ട്ലി ഷെയിംഫുൾ. എന്നിട്ട് അദ്ദേഹത്തിന്റെ മകളെ അടക്കം, വിക്രം മിശ്രിയുടെ മകൾ റോഹിംഗ്യകൾക്ക് വേണ്ടി ലീഗൽ ഹെൽപ്പ് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം വിക്രം മിശ്രിയുടെ മകൾ എല്ലാ മകളെയും ഫാമിലിയെ റെഫർ ചെയ്തിരിക്കുകയാണ്. വയറിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഇന്ത്യയിലെ എല്ലാ ബ്യൂറോക്രാറ്റ്സും കോംപ്രമൈസ്ഡ് ആണ്, ഇത് ഷെയിംഫുൾ ആണ്, പത്തറ്റിക് ആണ്. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറിയെ കുറിച്ചാണ് പറയുന്നത്. വിക്രം മിശ്രി എന്ന് പറയുന്ന ഗംഭീരനായ ഇന്ത്യയുടെ ഒരു സിവിൽ സർവന്റിനെ കുറിച്ചാണ്. അതായത് ഈ രാജ്യം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും അടക്കം വിശ്വസിച്ച് ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച 3 മുഖങ്ങളാണ്, അല്ലെങ്കിൽ അവതരിപ്പിച്ച 3 മുഖങ്ങളാണ് വിക്രം മിശ്രി, സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. അതിലെ വിക്രം മിശ്രിയെ പോലും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞു എന്നതിന്റെ പേരിൽ, അതായത് ഇവർക്ക് വീണ്ടും പാകിസ്ഥാനെ കുറെ കൂടെ ആക്രമിക്കണം, ഇല്ലാതാക്കണം തുടങ്ങിയ ചിന്തകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. POK തിരിച്ചു പിടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പലതും അപ്രായോഗികമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വിക്രം മിശ്രിയെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? വിക്രം മിശ്രിയുടെ മകളുടെ നമ്പർ അടക്കം എടുത്ത് ട്വിറ്റർ അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ കൊടുത്ത് അവർക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്തു. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോറിൻ സെക്രട്ടറിക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, ഈ സാധാരണക്കാരായ നല്ലവരായ ഇന്ത്യക്കാരുടെ, നല്ലവരായ ഹിന്ദുക്കളുടെ, നല്ലവരായ മുസ്ലിങ്ങളുടെ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? എത്രമാത്രമാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ദ്രോഹം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണ്ടേ? ഫോറിൻ സെക്രട്ടറി എന്ന് പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ വിക്രം മിശ്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മകളെയും വീട്ടുകാരെയും എല്ലാം കേൾക്കാൻ അറക്കുന്ന തെറികൾ ഉപയോഗിച്ച് പാകിസ്ഥാനികളെന്നും പാകിസ്ഥാന്റെ മുമ്പിൽ അടിയറവ് വെക്കുന്നവരെന്നും ഒക്കെ പറയുന്ന ഈ രാജ്യദ്രോഹികളാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടം. ഈ കപട രാജ്യസ്നേഹികൾ, കപട ദേശസ്നേഹികൾ, മനസ്സിൽ യാതൊരു ഇന്ത്യ സ്നേഹവുമില്ല, പകരം മുസ്ലിം വിരോധം മാത്രമുള്ള കുറെ ആൾക്കാർ, അവർക്ക് കപട രാജ്യസ്നേഹത്തിന്റെ മുഖം മൂടി ഇട്ടുകൊണ്ട് ചെയ്യുന്ന ഇത്തരം വിക്രിയകളാണ് ഈ രാജ്യത്തിന് ഏറ്റവും ദോഷം. ഉണ്ട് വിക്രം മിശ്രിക്ക് പൂർണ്ണമായ അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ. അദ്ദേഹത്തെ പോലെ നല്ല മനുഷ്യർ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. അദ്ദേഹത്തെ പോലുള്ളവർ അവരെയൊക്കെ ഈ രീതിയിൽ അധിക്ഷേപിക്കാനും മോശം പറയാനും ഒക്കെ എത്ര എനിക്ക് ഞാൻ എല്ലാ മെസ്സേജും വായിക്കുന്നില്ല. ആ മെസ്സേജ് വിക്രം മിശ്രി അദ്ദേഹത്തിന്റെ ട്വിറ്റർ പൂട്ടിയിരിക്കുകയാണ്. അതായത് ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യക്ക് അദ്ദേഹത്തിന്റെ ട്വിറ്റർ പൂട്ടേണ്ടി വരികയാണ്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ, ഈ യുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന സീസ് ഫയർ വയലേഷനുള്ള അവസരത്തിൽ, ഇന്ത്യയുടെ ഇമ്പോർട്ടന്റ് കമ്മ്യൂണിക്കേഷൻ പോകേണ്ട അവസരത്തിൽ, നമ്മുടെ രാജ്യത്തിന് ഫേസ് ആയി നിൽക്കേണ്ട ആൾക്ക് അദ്ദേഹത്തിന്റെ ട്വീറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരികയാണ്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ആൾക്കാർ എത്രമാത്രം ദ്രോഹമാണ് ചെയ്യുന്നത്. ഈ ഗോഡ്സേവാദികൾ, തീവ്ര ഹിന്ദുത്വവാദികൾ രാജ്യത്തിന് ചെയ്യുന്ന ശാപം എത്രമാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അവിടെയാണ് ഈ തീവ്ര ഹിന്ദുത്വം ഹിന്ദുക്കളെ ഇല്ലാതാക്കും, ഇന്ത്യയെ ഇല്ലാതാക്കും. നമുക്ക് വേണ്ടത് തീവ്ര ഹിന്ദുത്വമോ തീവ്ര ഇസ്ലാമിസമോ തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദമോ തീവ്ര കമ്മ്യൂണിസ്റ്റ് മാവോയിസമോ അല്ല, എല്ലാത്തിൻ്റെയും മിതവാദമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വവാദം ഈ രാജ്യത്തിന് ദോഷമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിക്രം മിശ്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അനുഭവിക്കേണ്ടി വരുന്നത്. ശ്രദ്ധിക്കുക, ആ തീവ്ര ഹിന്ദുത്വവാദം എന്ന, അല്ലെങ്കിൽ ഏത് തീവ്ര മതത്തിന്റെ ആണെങ്കിലും ആ ക്യാൻസർ നമ്മുടെ ഇടയിൽ വളരാൻ അനുവദിക്കാതിരിക്കുക. ജയ് ഹിന്ദ്.